Hi guys, welcome back to my channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു വിറ്റമിൻ സി സീറം എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വിറ്റമിൻ സി സീറം എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന രീതിക്കാണ് ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. വിറ്റമിൻ സിയുടെ ടാബ്ലറ്റ്സ് പൊടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അസ്കോർബിക് ആസിഡ് വെച്ചുകൊണ്ടോ ഒന്നും അല്ല കേട്ടോ ഞാനിത് ചെയ്തെടുക്കുന്നത്. എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ളൊരു കാര്യം വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിറ്റമിൻ സി സീറം ഇന്ന് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. ഞാൻ ഇതിന് മുൻപ് ഒരു വിറ്റമിൻ സി ടോണർ എങ്ങനെ വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുന്ന ആഗ്രഹമുള്ളവർക്ക് ഞാനിവിടെ ഐക്കാർട്ടിൽ ലിങ്ക് കൊടുക്കാം, അതൊന്ന് കണ്ടു നോക്കുക. ഈ രണ്ട് കാര്യവും നമ്മുടെ സ്കിന്നിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്ന ഈ ഒരു വിറ്റമിൻ സി സീറം അപ്ലൈ ചെയ്ത് വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ലൈറ്റൻ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ആ ഒരു ചുളിവുകളും പാടുകളും പിഗ്മെൻറ്റേഷൻസും എല്ലാം മാറി നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആക്കി വയ്ക്കും. അപ്പോൾ അത്രയും നല്ലൊരു സൂപ്പർ വിറ്റമിൻ സി സീറമാണ് ഇന്ന് നമ്മൾ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്തെടുത്തു എന്ന് നോക്കാം. ഈ ഒരു സിറം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു ക്ലീൻ ബൗൾ എടുക്കണം. ഒട്ടും തന്നെ നനവ് പാടില്ല. ഒരു ബൗൾ ക്ലീൻ ആയിട്ടൊരു ബൗൾ എടുക്കുക. പിന്നെ വേണ്ടത് ഹോം മെയ്ഡ് റോസ് വാട്ടർ ആണ്. ഇനി ഒരു റോസ് വാട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഡിസ്റ്റിൽഡ് വാട്ടർ എടുക്കുക കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മുടെ ഓറഞ്ചിൻ്റെ പീൽ പൗഡറാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പൗഡറാണ് കേട്ടോ. ഓറഞ്ചിൻ്റെ ആ ഒരു പീൽ ഉണക്കി പൊടിച്ചെടുത്ത പൗഡറാണ്. അപ്പോൾ നമുക്കിവിടെ ഇനി ഇത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ആ ഒരു ഓറഞ്ചിൻ്റെ പീൽ പൗഡർ 1 ടീസ്പൂണോളം ഞാൻ ചേർക്കുന്നുണ്ട്. നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പിടിച്ചെടുത്ത ആ ഒരു പൗഡർ കേട്ടോ, അത് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാനിവിടെ ഈ ഒരു ഓറഞ്ചിൻ്റെ പീൽ പൗഡർ കുതിരാനായിട്ട് ഞാനിവിടെ ഹോം മെയ്ഡ് റോസ് വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഹോം മെയ്ഡ് റോസ് വാട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഡിസ്റ്റിൽഡ് വാട്ടർ എടുക്കുക കേട്ടോ. അപ്പോൾ അത് ഇതിനകത്തേക്ക് ഞാൻ ഒഴിച്ച് ഈ ഒരു ഓറഞ്ചിൻ്റെ പീൽ പൗഡർ കുതിരാനായിട്ട് വെക്കുകയാണ്. നമുക്ക് ഈ ഒരു ഓറഞ്ചിൻ്റെ പീൽ പൗഡർ 1 മണിക്കൂർ നേരത്തേക്ക് ഇത് കുതിരാനായിട്ട് സമയം കുറവുണ്ട്. 1 മണിക്കൂർ മാത്രം മതി. അതിനുശേഷം നമ്മളിതങ്ങ് അടിച്ച് മാറ്റിയെടുക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഓറഞ്ച് പീലിൻ്റെ പൗഡറും ഈ ഒരു റോസ് വാട്ടറും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ട് അതങ്ങ് കവർ ചെയ്ത് വെക്കുകയാണ്. ഇങ്ങനെ കവർ ചെയ്ത് 1 മണിക്കൂർ നേരത്തേക്ക് ഇതങ്ങ് അനക്കാതെ അങ്ങ് വെക്കുകയാണ് കേട്ടോ. നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നോക്കാം. ഇപ്പോൾ ഒരു ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു ഓറഞ്ച് പീലിൻ്റെ പൗഡർ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പ് ഉപയോഗിച്ചിട്ട് ഇതിൽ നിന്ന് അടിച്ച് മാറ്റിയെടുക്കാം. നമ്മളിത് അടിക്കുന്ന സമയത്തും ആ ഒരു ബൗളിനകത്ത് ഒട്ടും തന്നെ നനവ് പാടില്ല. നനവുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വിറ്റമിൻ സി സീറം പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. അപ്പോൾ അതിൻ്റെ പേരിൽ നനവില്ലാതിരിക്കാനായിട്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പം നമ്മളിവിടെ അരിച്ച് മാറ്റിയിട്ട് ആ ഒരു ജ്യൂസ് മാത്രമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആലോവേറ ജെല്ലാണ്. അപ്പോൾ ഞാനിത് എൻ്റെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ആലോവേറ ജെല്ലാണ് കേട്ടോ. നമ്മുടെ ഓർഗാനിക് ഹെർബൽ ബ്യൂട്ടിയുടെ ഹോം മെയ്ഡ് ആലോവേറ ജെല്ലാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണ് ആലോവേറ ജെൽ ഉള്ളത് ആ ഒരു ആലോവേറ ജെൽ ഇതിനകത്തേക്ക് 1 ടീസ്പൂണോളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതങ്ങ് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഞാനിവിടെ പകുതിയോളം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു കാര്യം കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊണ്ടുവരാം. അപ്പോൾ ഇതിനകത്ത് വേറെ ഒന്നുമല്ല, നമ്മുടെ വിറ്റമിൻ ഇ ക്യാപ്സൂൾ 2 എണ്ണം ഇതിനകത്തേക്ക് ഞാനിവിടെ പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഇതിനകത്തേക്ക് മിക്സ് ആക്കി നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വിറ്റമിൻ സി സീറം റെഡിയായി. ഗൈസ് കണ്ടല്ലോ, നമ്മൾ എത്ര പെട്ടെന്നായി ഒരു വിറ്റമിൻ സി സീറം നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി എടുത്തത്. പുറമേ നിന്നൊക്കെ പോയിട്ട് ഒരു വിറ്റമിൻ സി സീറം മേടിക്കണം, നല്ലൊരു വിറ്റമിൻ സി സീറം മേടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു 1500-2000 രൂപ വരെ നമുക്ക് ഈ ഒരു വിറ്റമിൻ സി സീറത്തിന് റേറ്റ് കൊടുക്കേണ്ടി വരും കേട്ടോ. അതും ചെറിയൊരു ബോട്ടലിനാണ് ഈ ഒരു റേറ്റ്. അപ്പോൾ നമ്മൾ ഇത് വളരെ ഈസി ആയിട്ട് നമ്മുടെ ഓറഞ്ചിൻ്റെ പീൽ പൗഡർ വെച്ചുകൊണ്ട് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തു. ഇനി ഒരു വിറ്റമിൻ സി സീറം സ്റ്റോർ ചെയ്യുന്നത് ഡാർക്ക് കളറായിട്ടുള്ള ഒരു ബോട്ടിൽ വേണം കേട്ടോ സ്റ്റോർ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു വിറ്റമിൻ സി സീറം നമ്മൾ പുറത്ത് വെച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 7 അല്ലെങ്കിൽ 10 ദിവസം വരെ ഉപയോഗിക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഈ ഒരു ദിവസം തന്നെ നമുക്ക് പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഞാനിത് പുറത്ത് വയ്ക്കുന്നത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാർക്ക് ആയിട്ടുള്ള പ്ലേസിൽ വേണം ഇത് പുറത്ത് വെക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കുന്ന അലുമാരിക്കകത്താണ് ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിലും സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്കിത് രാത്രി വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. രാത്രി കിടക്കണേക്ക് മുന്നായിട്ട് നമ്മുടെ കൈയും മുഖവും നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ഈ ഒരു സിറം ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോ തവണത്തേക്ക് നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബോട്ടിൽ നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് വരിക. അപ്ലൈ ചെയ്ത് പെട്ടെന്ന് തന്നെ ഇത് സെറ്റാവും. സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് മോയ്സ്ചറൈസർ ക്രീം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് പോയി കിടന്നുറങ്ങാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് അന്നേരം കഴുകേണ്ട കാര്യമില്ല, പിറ്റേന്ന് രാവിലെ കഴുകി വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിക്ക് തുടർച്ചയായിട്ട് ഒരു 7 ദിവസം ചെയ്യുമ്പോഴത്തേനും നിങ്ങളുടെ സ്കിന്നിൽ നല്ലൊരു മാറ്റം ഉണ്ട്. അതിന് ഞാൻ ഗ്യാരണ്ടി കേട്ടോ. അപ്പോൾ അത്രമാത്രം ഉറപ്പുള്ളതിൻ്റെ പേരിൽ അങ്ങനെ പറയുന്നത്. പക്ഷേ 7 ദിവസം മാറ്റം കണ്ടു എന്ന് പറഞ്ഞിട്ട് ആരും ഇത് നിർത്തരുത് കേട്ടോ. വീണ്ടും നിങ്ങൾ പുതിയത് ഉണ്ടാക്കിയിട്ട് വീണ്ടും ഇതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുക. സൂപ്പറായിട്ടുള്ള റിസൾട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.